ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ദശമസ്കന്ധത്തിലെ 4 അധ്യായങ്ങൾ ഒന്ന് ആ ശ്ലോകങ്ങളിലൂടെയും അതിൻ്റെ അർത്ഥങ്ങളിലൂടെയും ഒന്ന് കണ്ണോടിച്ച് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുകയുണ്ടായി. ഇനിയും 5-ാമത്തെ അധ്യായം അതിൻ്റെ കഥാസാരം നമ്മൾ പറയുകയുണ്ടായി. ഇനിയും ആ കഥ എങ്ങനെയാണ് വ്യാസഭഗവാൻ ഓരോരോ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു വച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അഥ പഞ്ചമോധ്യായഃ ശ്രീശുക ഉവാച നന്ദസ്ത്വാത്മജ ഉൽപ്പന്നേ ജാതാഹ്ലാദോ മഹാമനാഃ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതഃ ശുചിരലങ്കൃതഃ. ഇവിടെ ശ്രീശുക മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് കഥ വീണ്ടും തുടരുകയാണ്. ആദ്യത്തെ 4 അധ്യായങ്ങളിലായിട്ട് ഭഗവാന്റെ ജനനത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും ശ്രീകൃഷ്ണ അവതാരം എടുക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നും ആ അവതാരത്തിന് എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ തയ്യാറെടുത്തത്, ഈ വിശ്വം മുഴുവൻ ഒരുങ്ങി നിന്നത് ആ ഭഗവാന്റെ ബാലരൂപത്തെ സ്വീകരിക്കാനെന്നും അങ്ങനെ ഭഗവാൻ ദേവകീദേവിക്കും വസുദേവർക്കും മകനായി ജനിച്ചതിന് ശേഷമുണ്ടായ കംസൻ്റെയും പരിചാരകരിലും ഒക്കെ വരുത്തിയ മാറ്റങ്ങളും ഒക്കെയായിരുന്നു നമ്മൾ ആദ്യത്തെ 4 അധ്യായങ്ങളിലായിട്ട് കണ്ടു തീർത്തത്. ഇനിയും ഭഗവാൻ ജനിച്ചതിന് ശേഷമുള്ള അവിടെ നിന്നും ഭഗവാൻ ദേവകീദേവിയുടെ അടുത്ത് നിന്നും വസുദേവരിവിടെ യശോദാമ്മയുടെ അടുത്ത് കൊണ്ട് കിടത്തിയ ഉണ്ണിക്ക്, ആ ഉണ്ണിക്കണ്ണന് എന്തൊക്കെ തരത്തിലുള്ള ജാതകർമ്മങ്ങളാണ് ചെയ്തത്, പിന്നീടുള്ള ഭഗവാന്റെ ലീലകളും കാര്യങ്ങളും ഒക്കെയാണ് ഇനിയുള്ള അധ്യായങ്ങളിൽ നമ്മൾ തുടർന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തൻ്റെ ഉണ്ണിയെ, ആ ഉണ്ണിക്കണ്ണനെ കിട്ടിയ നന്ദഗോപരുടെ വീട്ടിലെ കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ജാതകർമ്മത്തെക്കുറിച്ചുള്ള ആ ഒരു സംസ്കാരകർമ്മം എങ്ങനെയാണ് നടത്തിയത് എന്നൊക്കെയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രീശുക മഹർഷി കഥ തുടരുകയാണ്. ശ്രീശുക ഉവാച, ശ്രീശുക മഹർഷി പരീക്ഷിത് മഹാരാജാവിനോട് പറഞ്ഞു. നന്ദസ്ത്വാത്മജ, ഇവിടെ നന്ദഃ തു ആത്മജ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് നന്ദസ്ത്വാത്മജ. നന്ദഃ എന്നാൽ നന്ദഗോപര, തു എന്നാൽ ആകട്ടെ, ആത്മജ, ആത്മജ എന്നാൽ പുത്രൻ. തൻ്റെ ഈ നന്ദഗോപര് തൻ്റെ ഈ പുത്രന്, നന്ദഗോപരാകട്ടെ തനിക്ക് ഇങ്ങനെയൊരു മകൻ പറയാണ്. ഉൽപ്പന്നെ, ഉൽപ്പന്നെ എന്നാൽ ജാതനായപ്പോൾ, തനിക്ക് ഇങ്ങനെ ഒരു മകൻ ഉണ്ടായപ്പോൾ ജാതാഹ്ലാദോ, ജാതനായതിലുള്ള ആഹ്ലാദം. ആഹ്ലാദം എന്ന് പറഞ്ഞാൽ അതിയായ സന്തോഷം. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അങ്ങനെ തുള്ളിച്ചാടാൻ തോന്നുന്ന ഒരു സന്തോഷമില്ല, ആ ഒരു അവസ്ഥ. അങ്ങനെ തനിക്കുണ്ടായ ഈ ഒരു ഉണ്ണിയിൽ അതും ഇത്രയേറെ അഴകോട് കൂടിയ ഒരു ഉണ്ണി, ഈ വയസ്സായ സമയത്ത് തനിക്കുണ്ടായ ഈ ഒരു ഉണ്ണിയുടെ ജനനം കൊണ്ട് തന്നെ ജാതാഹ്ലാദ, അത്യധികം ആഹ്ലാദമുണ്ടായവനായിട്ട്, സന്തോഷത്തോടു കൂടിയവനായിട്ട്, മഹാമനാഹ, മഹാമന എന്നാൽ മഹത്തായ മനസ്സോടു കൂടി എന്ന് പറഞ്ഞാൽ ഉദാരമനസ്കനായിട്ട്, ആഹൂയ, ആഹൂയ എന്നാൽ വിളിച്ചു വരുത്തുക. ആരെ? വിപ്രാൻ, വിപ്രൻ എന്നാൽ ബ്രാഹ്മണനാണ്. വിപ്രാൻ എന്നാൽ ബ്രാഹ്മണരെ, വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട്, സ്നാത എന്നാൽ സ്നാനം ചെയ്ത്, അതേപോലെ ശുചിരലങ്കൃത, ശുചിഹി അലങ്കൃത, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ശുചിരലങ്കൃത. ശുചിഹി എന്നാൽ ശുദ്ധനായി, അലങ്കൃത അലങ്കരിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ തൻ്റെ ഉണ്ണിക്ക് നാമകരണം അല്ലെങ്കിൽ ജാതകർമ്മം എന്ന ആ ജനിച്ചതിന് ശേഷമുള്ള നമ്മുടെ ഷോഡശ സംസ്കാരങ്ങളിലെ ആദ്യത്തേതായിട്ടുള്ള ജാതകർമ്മ സംസ്കാരം ചെയ്യുന്നതിനായിക്കൊണ്ട് തൻ്റെ
ഇങ്ങനെയൊരു ഉണ്ണിയെ കിട്ടിയതിൽ സാക്ഷാൽ ഭഗവാൻ തന്നെ, ആ ആനന്ദമൂർത്തി തന്നെ മകനായി കിട്ടിയ നന്ദഗോപര് അത്യാഹ്ലാദം കൊണ്ട് അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് എല്ലാം ശുദ്ധമായിട്ട് തന്നെ അലങ്കരിക്കുക, എന്നാൽ വളരെ ഒരുങ്ങി, വളരെ നമുക്ക് എപ്പോഴും സന്തോഷമുള്ള സന്ദർഭത്തിൽ നമ്മൾ അണിഞ്ഞൊരുങ്ങി തയ്യാറെടുക്കും ഒരു നല്ല കാര്യത്തിന് വേണ്ടി. ഇതേപോലെ ഇവിടെ നന്ദഗോപരും രാവിലെ എഴുന്നേറ്റ് സ്നാനമൊക്കെ ചെയ്ത് ശുദ്ധനായിട്ട് തയ്യാറെടുത്തു. കാരണം ഇവിടെ വളരെ ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്തിനാ? ഇവിടെ ഭഗവാന്റെ ജാതകർമ്മം ചെയ്യുന്നതിനായിട്ട്. ഇവിടെ ശരിക്കും നന്ദഗോപരുടെ പുത്രനാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ നന്ദഗോപർക്കും യശോദാമയ്ക്കും കിട്ടിയ ഒരു മഹാഭാഗ്യമായിരുന്നു ഈ ഉണ്ണിയുടെ ജാതകർമ്മങ്ങൾ നടത്താനും ഉണ്ണിയെ മുലയൂട്ടാനുള്ള യശോദാമയുടെ ഭാഗ്യം, ഉണ്ണിയുടെ ലീലകൾ കാണാനുള്ള, ഈ കളിച്ചിരികളും കുറുമ്പുകളും ഒക്കെ കാണാനുള്ള യശോദാമയുടെയും നന്ദഗോപരുടെയും മഹാഭാഗ്യം. എന്നാൽ ജനിച്ചതാകട്ടെ ദേവകീദേവിക്കും വസുദേവർക്കും. അവിടെ പുത്രഭാവത്തിൽ കാണാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. കാരണം അവർ മുന്നേ തന്നെ അറിഞ്ഞിരിക്കുന്നു തൻ്റെ വയറ്റിൽ അല്ലെങ്കിൽ പിറക്കുന്നത് ആ സാക്ഷാൽ ശ്രീഹരി ഭഗവാനാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. വസുദേവർക്കും ദേവകീദേവിക്കും അറിയാമായിരുന്നു. തന്നെയുമല്ല, ജനിച്ചപ്പോൾ തന്നെ തൻ്റെ ആ ഒരു ചതുർഭുജങ്ങളോട് കൂടിയ രൂപം കാണിച്ചു കൊടുക്കുകയും തൻ്റെ അവതാരോദ്ദേശ്യം എന്താണെന്ന് അവരെ ആ മാതാപിതാക്കന്മാരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ദേവകീദേവിക്കും വസുദേവർക്കും സാക്ഷാൽ ഭഗവാൻ തന്നെ തൻ്റെ മുന്നിൽ അവതരിച്ചതായതുകൊണ്ട് ഒരു പുത്രഭാവത്തെക്കാളേറെ ഒരു ഈശ്വരീയ ഭാവമായിരുന്നു ആ ഉണ്ണിയിൽ കാണാൻ കഴിഞ്ഞത്. നമുക്കറിയാം, അവിടെ ദേവകീദേവിയുടെ അപേക്ഷ കൊണ്ടാണ് ചതുർഭുജങ്ങൾ മാറ്റി 2 കൈകളുള്ള ഉണ്ണിയായിട്ട് മാറുന്നത് തന്നെ. അങ്ങനെയുള്ള ആ ഉണ്ണി പക്ഷേ ഇവിടെ യശോദാമയുടെയും നന്ദഗോപരുടെയും അടുത്ത് വന്നപ്പോൾ അവർക്കാവട്ടെ തൻ്റെ പുത്രൻ എന്നുള്ള ഭാവമാണ് ആ ഉണ്ണിയോട് തോന്നിയത്. ആ ഉണ്ണിയാകട്ടെ ഇത്രയേറെ സൗന്ദര്യം, ഇത്ര പറയാൻ കഴിയാത്തത്ര ഒരു വശീകരണ ശക്തിയുള്ള ആ ഉണ്ണിയിൽ വല്ലാതെ ഇവർ ആകൃഷ്ടരാവുകയും ഈ നന്ദഗോപരും യശോദാമയും അത്യാഹ്ലാദചിത്തരായി മാറുകയും ചെയ്തു. അവർ ഉദാരമനസ്കരായി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉദാരത നഷ്ടപ്പെടുന്നത് നമ്മുടെ ബാഹ്യമായ പ്രപഞ്ചവുമായി അല്ലെങ്കിൽ ലോകവുമായി നമുക്ക് വല്ലാതെ ഒരു മമതാബന്ധം വരുമ്പോഴാണ്. കാരണം അവിടെ ഒരു മാത്സര്യബുദ്ധി നമ്മളറിയാതെ നമ്മളിൽ ഉടലെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടേത് എന്ന് പറയുന്നതിനോടുള്ള ഒരു സ്വാർത്ഥ വിചാരം അല്ലെങ്കിൽ ഒരു ഏറിയ മമതാബന്ധവും മറ്റുള്ളതിനെ ഒക്കെ അതിന് ചുറ്റുമുള്ളതൊക്കെ അന്യത അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ളത് എന്നൊരു നമ്മളറിയാതെ വേലി കെട്ടി നമ്മൾ മനസ്സിൽ തിരിക്കുന്ന ഒരു ഭാവത്തിലേക്ക് വരും. ഇവിടെയാകട്ടെ ഈ ഉണ്ണിക്കണ്ണൻ അല്ലാതെ, ഈ ഒരു ഉണ്ണി അല്ലാതെ അവരുടെ മനസ്സിൽ മറ്റൊരു വിചാരമില്ല. നമുക്ക് ഈ ലോകങ്ങളുടെയൊക്കെ ഭേദം വരുന്നത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടേത് മറ്റുള്ളവരുടേത് എന്നുള്ള ഭേദം വരുന്നത് ഇവിടെ മനസ്സ് നിറയെ ആ സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് ഈ യശോദാമയ്ക്കും നന്ദഗോപരുടെയും മനസ്സ് നിറയെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് ഈ ഉണ്ണിക്കണ്ണൻ? നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിൽ ആദ്യം പറയുന്ന നാമം തന്നെ വിശ്വം എന്നാണ്. അതായത് പ്രപഞ്ചം മുഴുവൻ യാതൊന്നാണോ നിറഞ്ഞു നിൽക്കുന്ന അതിനെയാണ് മുൻപിൽ കാണുന്നത്. അപ്പോൾ വിശ്വം എന്ന് പറയുന്നത് ഈ ഉണ്ണിയായി മാറിയിരിക്കുന്നു. ഇതിനപ്പുറം ഒന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ യശോദാമയും നന്ദഗോപരുമൊക്കെ ഇവിടെ പറഞ്ഞു ഉദാരമനസ്കരായിരുന്നു എന്ന് പറയുമ്പം അതിന് ആ ഒരു അർത്ഥം സങ്കല്പിക്കുന്നതിന് ഇനി നമുക്ക് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കാണാതെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതിൻ്റെ ആ ഒരു അർത്ഥവ്യാപ്തി നമുക്ക് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ കാണാം. കാരണം നമുക്ക് നമ്മുടേതെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാതെ വിട്ടുകൊടുക്കാനുള്ള ഒരു മനസ്സ്, അതിലേറെ ബ്രാഹ്മണരെ എത്രമാത്രം സന്തോഷിപ്പിക്കാമോ, അവരെ എത്രമാത്രം ബഹുമാനിക്കാമോ, അവരെ എത്രമാത്രം ദാനകർമ്മങ്ങളിലൂടെ ആദരിക്കാമോ അത്രമാത്രം ചെയ്യുന്ന ഒരു നന്ദഗോപരെ നമുക്കിനിയുള്ള ശ്ലോകങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഉദാരമനസ്കനായി മാറിയിരുന്നു അവിടെ നന്ദഗോപര്. അങ്ങനെയുള്ള ആ നന്ദഗോപര്
ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഉണ്ണിയുടെ ജാതകർമ്മം ചെയ്യാനായിക്കൊണ്ട്. നന്ദഗോപർ ഈ ഒരു ആഹ്ലാദവേളയിൽ, ഈ ഒരു സന്തോഷവേളയിൽ രാവിലെ തന്നെ സ്നാനവും എല്ലാം കഴിഞ്ഞ് ശുദ്ധനായി വന്ന് നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് ഇപ്പോൾ നന്ദഗോപര്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി ഒന്ന് നോക്കാം. ശ്രീശുക ഉവാച നന്ദസ്ത്വാത്മജ ഉൽപ്പന്നേ ജാതാഹ്ലാദോ മഹാമനാഹ ആഹൂയ വിപ്രാൻ വേദജ്ഞാൻ സ്നാതഃ ശുചിരലംകൃതഃ. ഇനി നമുക്ക് ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നന്ദസ്ത്വാത്മജ ആണ് അവിടെ അകാരം നീട്ടിയെടുക്കുക, ആത്മജ. അതുപോലെ ജാതാഹ്ലാദോ, അവിടെയും അകാരം നീട്ടിയെടുക്കുക, ആഹ്ലാദമാണ്. പിന്നെയുള്ളത് മഹാമനാഹ, രണ്ടാമത്തെ വരിയിൽ സ്നാത ശുചിരലംകൃതഃ. ഇവിടെ എല്ലാം വിസർഗമുള്ളിടത്ത് പകുതി ഹകാരം കൊടുത്ത് വായിക്കുക. പിന്നെ അടുത്തത് ശുചിരലംകൃതഃ, രായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക, അലംകൃതഃ ആണ്. ഇതിത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ക്ഷമിക്കണം, ഈ ഒരു ശ്ലോകം നമ്മൾ പറഞ്ഞപ്പോൾ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ട്. വിപ്രാൻ വേദജ്ഞാൻ, ആ ബ്രാഹ്മണർക്ക് വിശേഷണമായി ഒരു വാക്കുകൂടി പറഞ്ഞിരുന്നു, വേദജ്ഞാൻ. വേദജ്ഞാൻ എന്നാൽ ദൈവജ്ഞരായിട്ടുള്ളത് അഥവാ ജ്യോതിഷ പണ്ഡിതന്മാരായിട്ടുള്ളത്. നമുക്ക് ജാതകർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ ഉണ്ണിയുടെ ഗ്രഹനില അനുസരിച്ച് എങ്ങനെയാവും ഉണ്ണിയുടെ ഭാവി സ്വഭാവം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ജാതകർമ്മ സംസ്കാര സമയത്ത് തന്നെ ജ്യോത്സ്യത്തിലൂടെ നമ്മൾ പണ്ട് കാലത്ത് അങ്ങനെയൊരു ചടങ്ങുകൂടി അതിനോടനുബന്ധമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വേദജ്ഞാൻ എന്ന് പറഞ്ഞത് വളരെ ജ്യോതിഷത്തിൽ പാണ്ഡിത്യമുള്ളവർ എന്ന അർത്ഥത്തിലും കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ബ്രാഹ്മണരെയും കൂടിയാണ്. അപ്പോൾ സാധാരണ ബ്രാഹ്മണരെ പോലെ തന്നെ എല്ലാ വേദശാസ്ത്രങ്ങളിലും അറിവ് നേടിയവരെന്ന് മാത്രമല്ല, ഈ ജ്യോതിഷവും ശാസ്ത്രത്തിൽ പെടുന്നതാണ്. ജ്യോതിഷത്തിലും പാണ്ഡിത്യമുണ്ടായിരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെയായിരുന്നു വിളിച്ച് വരുത്തിയിരുന്നത്. ഹരേ കൃഷ്ണ.